ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് വാങ്ങ സിനിമ കാണാൻ പോവുകയാണ്. ഒട്ടേറെ വിഭാഗങ്ങൾ ഈ സിനിമയ്ക്ക് പിറകിലുണ്ടെങ്കിലും ഈ സിനിമയ്ക്കുള്ളിൽ എന്താണ് നടന്നതെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സിനിമ കണ്ടിട്ട് നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എന്റെ സുഹൃത്തും ആഷിക്കുണ്ട്. അപ്പൊ നമ്മൾ സിനിമ കണ്ടിട്ട് ഇതിന്റെ റിവ്യൂ ഉടനെ തന്നെ യൂട്യൂബ് ചാനൽ എടുത്തതാണ്. നമ്മുടെ അനശ്വര രാജനും മേജർ രവിയും വിനീതേട്ടനൊക്കെ അഭിനയിച്ച സിനിമയാണ്. അപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണും നമ്മുടെ വാങ്ങ സിനിമയുമായിട്ട് നല്ല കമ്പാരിസൺ ആണെങ്കിൽ കുറെ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ സത്യം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഈ സിനിമ ഫസ്റ്റ് ഷോ തന്നെ കാണാൻ വിചാരിച്ചു. അപ്പൊ ഇത് കണ്ടിട്ട് റിവ്യൂ ഉടനെ തന്നെ പറയുന്നതാണ്. എന്തായാലും കണ്ടിട്ട് എത്ര നേരം പ്രോട്ടോകോൾ കാരണം നമ്മളാണെങ്കിൽ മാസ്ക് വെച്ചാണ് ഇതിൻ്റെ അകത്ത് കയറുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും മാസ്ക് വെച്ചിട്ട് സിനിമ കാണാതിരിക്കുക. എന്തായാലും വാങ്ങി കണ്ടിട്ട് റിവ്യൂ ഉടനെ തന്നെ ഉണ്ടാവും. എന്തായാലും നമ്മൾ കാണാൻ അപ്പോൾ നമ്മൾ വാങ്ങ സിനിമ കണ്ടിറങ്ങിയിരിക്കുകയാണ്. ഇതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ വീട്ടിൽ പോയി നല്ല രീതിയിൽ ഇതിൻ്റെ റിവ്യൂ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്ന് കാണാം. സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എല്ലാ ക്ലീശ സിനിമകളും സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ്. ലേബർ റൂമിൽ നിന്ന് കൈക്കുഞ്ഞിനെ ഏറ്റുവാങ്ങുന്ന അച്ഛൻ വിനീതാണ്. അപ്പം ഇവരുടെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ, അമ്മ, അനിയൻ, ചേച്ചി. ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനശ്വരയാണ്. അനശ്വരയുടെ പേര്, സിനിമയിലെ പേരെന്ന് വെച്ചാൽ റസിയാണ്. അപ്പം ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഓർത്തഡോക്സ് ഫാമിലി ആണെന്നുള്ള രീതിയിലാണ് സിനിമ കാണിക്കുന്നത്. സിനിമയുടെ അവരുടെ ഓരോരോ ലൈഫ് സ്റ്റൈലും അതെല്ലാം കാണിക്കുന്നുണ്ട് സിനിമയില്. അത് എത്രമാത്രം അത് പിടിച്ചു കുലക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ പോയി കണ്ടാലേ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എനിക്കത് മനസ്സിലായി. എന്റെ ഫീൽ ഞാൻ എന്റെ മരുടെ ഡിമാർട്ടിന്റെ ഇടയിൽ നിങ്ങൾക്ക് പറയാം. അനശ്വരയുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ, അമ്മ പറയുന്നത് കേട്ട് മാത്രം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് അനശ്വര. അവളുടെ ചിന്താഗതികളൊക്കെ വളരെ വ്യത്യസ്തമാണ്. പക്ഷെ വീട്ടുകാരും മനസ്സിലാക്കുന്നില്ല അവൾക്ക് എന്തൊക്കെയാണ് അവളുടെ ആഗ്രഹങ്ങളൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിക്കാതെ പോയ കുറെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് റസിയ ഈ കഥയിലൂടെ പറയുന്നത്. അതായത് മുൻ സിനിമകളിലെക്കാട്ടിലും അനശ്വര രാജനാണെങ്കിൽ നന്നായിട്ട് ഹോംവർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത് ഈ സിനിമയ്ക്ക് വേണ്ടി. തന്റെ കൂട്ടുകാരോടൊപ്പം, അതായത് അധികമൊന്നും സംസാരിക്കില്ല അനശ്വരയ്ക്ക് എന്താ പറയാ, ആരുടെ തന്നെ അധികമൊന്നും സംസാരിക്കുന്നത് താല്പര്യമുള്ള ഒരു കുട്ടിയല്ല അനശ്വര. അപ്പം അങ്ങനെ അവളുടെ ആഗ്രഹങ്ങളെല്ലാം അവൾ ഒളിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു സമയത്ത് അവരുടെ ടീച്ചർ ചോദിക്കുന്നു, കോളേജ് ലൈഫാണ്, ലാസ്റ്റ് ഇയർ ആണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതൊക്കെ സ്നീക്ക് പീക്കാണ് കേട്ടോ, ഞാൻ എന്താ പറയാ ഇതിനോട് പറയാൻ പാടില്ലാത്തതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ, ആ ആഗ്രഹങ്ങളെല്ലാം നടത്തിയിട്ടേ പോവാമെന്ന് അവരുടെ ടീച്ചർ പറയും. അപ്പോഴാണ് ഇവർക്ക് 3 പേർക്കാണെങ്കിൽ കുറെ ആഗ്രഹങ്ങളുള്ളത്. ആ ആഗ്രഹങ്ങൾ ചെയ്തിട്ടേ പോണ്ട എന്നുള്ള രീതിയിൽ അവരിങ്ങനെ ആയി നിൽക്കുന്നു. അപ്പം ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ പറയുന്നു, എനിക്ക് ഇങ്ങനെ ചെയ്യണം, എനിക്ക് അങ്ങനെ ചെയ്യണം. അപ്പം അങ്ങനെ അനശ്വരയുടെ ആഗ്രഹം വരുന്നു. കുറെ പ്രാവശ്യം അവര് കൂട്ടുകാർ നിർബന്ധിച്ചു, നിന്റെ ആഗ്രഹം പറയാൻ, എന്താണ് നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു. പക്ഷെ അനശ്വര അത് പറയാൻ കുറെ നേരം ഹൈഡ് ചെയ്ത് വെച്ചെങ്കിലും അവസാനം എല്ലാവരുടെ ആഗ്രഹവും അവർ നിറവേറ്റി കഴിഞ്ഞപ്പോൾ അനശ്വരയുടെ ആഗ്രഹം എന്താ പറയാ, മനസ്സിൽ ഒളിപ്പിച്ചിട്ടിരുന്ന ആഗ്രഹം പുറത്തു വന്നു. അതാണ് നമ്മുടെ ആഗ്രഹം. എന്തായാലും ഞാൻ പറഞ്ഞ് അത് പൊട്ടിക്കുന്നില്ല, സസ്പെൻസ് പൊട്ടിക്കുന്നില്ല. നിങ്ങൾ ആഗ്രഹം കാണാൻ വേണ്ടി എന്തായാലും ആ സിനിമ പോയി കാണുക. ഇതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്കൂൾ ബാക്ക്ഗ്രൗണ്ട്, അതൊക്കെ സ്കൂളല്ല കേട്ടോ, കോളേജാണ്. അവരുടെ കോളേജ് ലൈഫ് ലാസ്റ്റ് ഇയർ ആണ്. അപ്പം അങ്ങനത്തെ കുറെ എന്താ പറയാ കൂട്ടുകാരുമായിട്ടുള്ള അടിച്ചുപൊളി ആ ലൈഫ് ഒക്കെ നന്നായിട്ട് കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് എത്രമാത്രം വിജയിച്ചിട്ടുണ്ടെന്ന് ഞാനാണെങ്കിൽ മെറിറ്റും ഡിമെറിറ്റിലും പക്കയായിട്ട് പറയുന്നതാണ്. അപ്പം ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ ഒരു സ്റ്റോറി ലൈൻ. ലാസ്റ്റ് അനശ്വരയുടെ ആഗ്രഹം പൂർത്തിയാക്കുന്നതോടെ സിനിമ തീരുകയാണ്. അപ്പം നമ്മൾ എന്തായാലും ഈ സ്റ്റോറി ലൈൻ എന്തായാലും നമ്മൾ ക്ലോസ് ചെയ്യണം. ഇതിന്റെ ഡയറക്ഷൻ, ബാക്കി ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടിനെ കുറിച്ച് നമ്മൾ അടുത്തതായിട്ട് അത് പറയാം. അപ്പൊ നമ്മുടെ ടെക്നിക്കൽ സൈഡിലോട്ട് നമുക്ക് വരാം. അതായത് ആദ്യം എടുത്ത് പറയേണ്ടത് ഡയറക്ടർ തന്നെയാണ്. അതായത് കാവ്യ പ്രകാശ് എന്നൊരു പുതിയ ഡയറക്ടറാണെന്ന് തോന്നുന്നു. പുതിയ ഡയറക്ടറാണെന്ന് എനിക്ക് തോന്നുന്നത് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറച്ച് പോരായ്മകൾ ഉണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അതായത് അവരെന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സിനിമാറ്റോഗ്രഫി എല്ലാം പക്കയായിരുന്നു. ഇടയ്ക്കാണെങ്കിൽ എനിക്ക് എന്തോ ഒരു ചെറിയൊരു പ്രശ്നം തോന്നിയായിരുന്നു. അതായത് ക്യാമറ
ക്യാമറയിൽ തോന്നിയ ഒരു കാര്യമാണ്. അതായത് ക്യാമറയ്ക്ക് നല്ല ഷേക്ക് ഉള്ളതുപോലെ. അതിനിപ്പം എനിക്ക് തോന്നിയതാണെന്ന് അറിയില്ല. എന്തായാലും നിങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണെങ്കിൽ അടിയിൽ കമന്റ് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും ഫീൽ നിങ്ങൾക്ക് തോന്നിയെങ്കിൽ അടിയിൽ കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് നമുക്ക് മനസ്സിലാവും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടോണ്ടിരുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളിൽ ഒരു ആവശ്യമില്ലാതെ ഒരു ഷേക്ക് കിട്ടും. ചിലപ്പോൾ അവരുടെ എന്താ പറയാ ക്രിയേറ്റീവ് ഐഡിയ ആയിരിക്കും അതിൽ ഷേക്ക് കിട്ടുന്നത്. പക്ഷെ അതൊരു ആവശ്യമില്ലാത്ത ഒരു ഷേക്ക് ഇടലായി പോയി. അപ്പം അത് എന്താ പറയാ അത് നിങ്ങൾ കാണണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ ഇതിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡയറക്ഷൻ തന്നെയാണ്. വേ ഓഫ് ഡയറക്ഷൻ വളരെ വ്യത്യസ്തമായിട്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും വ്യത്യസ്തതയൊന്നും വന്നിട്ടില്ല. സാധാരണ എല്ലാ ക്ലീശ പടങ്ങളും പോലെ തന്നെയാണ് ഇത് എനിക്ക് തോന്നിയത്. എനിക്ക് അനുഭവപ്പെട്ടത് അതേപോലെ തന്നെയാണ്. പിന്നെ എന്താ പറയാ പിന്നെ പറയാനുള്ളത് സ്ക്രിപ്റ്റ് റൈറ്ററിനെ കുറിച്ചാണ്. സ്ക്രിപ്റ്റ് റൈറ്റർ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്താ പറയാ സ്ക്രീൻ പ്ലേക്ക് അടിപൊളിയായിട്ടുണ്ട്. അൻഷുരയുടെ അതായത് നമ്മുടെ നായികയുടെ സ്ക്രിപ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളും അവരുടെ എന്താ വോയിസ് ഓവർ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അടിപൊളിയായിരുന്നു. നന്നായിട്ട് അവര് മാക്സിമം അവര് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ സിനിമ യഥാർത്ഥത്തിൽ ഞാൻ പോയി കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണും വാങ്ക് എന്ന സിനിമയിലും ഭയങ്കര ഒരു കൊളാഷ് നടന്നിട്ടുണ്ടായിരുന്നു. യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും നന്നായിട്ട് കൊളാഷ് നടന്നിട്ടുണ്ട്. അതായത് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ അതായത് ഹിന്ദുയിസത്തിനെ പറ്റിയും വാങ്ക് എന്ന സിനിമ ഇസ്ലാമിക് ബേസിലുമുള്ള രീതിയിൽ കുറെ പേര് പറഞ്ഞുണ്ടാക്കിയെങ്കിലും രണ്ട് വ്യത്യസ്തമായ രീതിയിലാണ്. അതായത് ഇപ്പൊ നമ്മള് പർപ്പസിൽ ഒരു സിനിമ അടുത്തിടെ ഒരു സിനിമ കണ്ടില്ലേ, അതേപോലെ അതായത് ആ സിനിമയിലും അവരുടെ അതായത് വേറൊരു മതത്തെ പറ്റി അനാവശ്യം പറയുന്നുണ്ടെങ്കിലും അതേ കണക്ക് തന്നെ നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലും ഓരോ ഇതിനെ കുറിച്ച് കാണിക്കുന്നെങ്കിലും അത് നമ്മൾ സിനിമയായിട്ട് തന്നെ കണ്ട് അത് എന്താ പറയാ വേറൊരു വിവാദത്തിലേക്ക് അത് പോവാതെ അതൊരു സിനിമയായി തന്നെ കണ്ട് അത് മനസ്സിലാക്കി പോകുന്നതാണ് നല്ലതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഫീൽ ടച്ച് വന്നെങ്കിലും അത് എന്താ ആ സിനിമയായി കണ്ട് അത് അങ്ങ് കളയുക. അല്ലാതെ ആ മതത്തിനെ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും എടുക്കേണ്ട ഒരു ആവശ്യമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ ഫുള്ള് ഇമാജിനേഷൻ ആണ് ഒരു സിനിമയായി മാറുന്നത്. അവസാനം ഒരാളുടെ കാൽപ്പനിക പ്രസ്ഥാനം അങ്ങനെ വേണമെങ്കിൽ പറയാം. ഞാൻ എന്തായാലും മലയാള പരിഭാഷകൾ കൂടുതൽ ഉപയോഗിച്ച് നിങ്ങളെ കുഴപ്പിക്കുന്നില്ല. നമുക്കാണെങ്കിൽ എല്ലാം നല്ല രീതിയിൽ തന്നെ പര്യവസാനിക്കണം. ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിലെ ഏറ്റവും എടുത്തു പറയാൻ വേണ്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മ്യൂസിക് തന്നെയാണ്, മ്യൂസിക് ഡയറക്ഷൻ തന്നെയാണ്. ഞാൻ ഈ സിനിമ പോയി കാണാൻ പ്രത്യേക വലിയ കാരണങ്ങളൊന്നുമില്ല, ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. പിന്നെ ഇതില് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ മൊത്തം കണ്ടപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷ്ടനാക്കിയത് ഒരൊറ്റ സീനാണ്. അതായത് ഇവാങ്ക് എന്ന സിനിമയിൽ ഒരു പാട്ടുണ്ട്. ആ പാട്ട് നമ്മൾ ഇരുത്തി പോകും. അതായത് ആ പാട്ടിന്റെ ഒരു എന്താ പറയാ പാടിയതും ആ ഒരു ഡയറക്ഷനും മ്യൂസിക്കൽ ഡയറക്ഷൻ പക്കയായിരുന്നു. പക്ഷെ സിനിമ കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ ഈ പാട്ട് വന്ന സന്ദർഭം എനിക്ക് അത്ര അതായത് സുഖകരമായില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വരേണ്ട അടുത്തല്ല അതിന്റെ സ്ക്രീൻ പ്ലേ പാട്ടിന്റെ സ്ക്രീൻ പ്ലേ വളരെ മോശമായിരുന്നു. കാര്യം തുടക്കമൊക്കെ ഓക്കെയാണ്. ബട്ട് പിന്നെ അതിന്റെ അകത്തോട്ട് കയറി വരുമ്പോഴാണെങ്കിൽ അവരെന്താണ് ആ പാട്ടിന് ഉദ്ദേശിച്ചതല്ല സ്ക്രീനിൽ കാണിച്ചത്. അങ്ങനെ ഒരു എനിക്ക് തോന്നിയായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെ കുറിച്ച് എന്തെങ്കിലും എന്താ പറയാ എതിർപ്പുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി. അപ്പൊ നമുക്കറിയാലോ എനിക്ക് തോന്നിയ റിവ്യൂ അല്ലല്ലോ ബാക്കിയുള്ളവർക്ക് തോന്നുന്നത്. അപ്പൊ നിങ്ങളുടെ റിവ്യൂ നിങ്ങൾ അത് വ്യക്തമാക്കുക. എന്തായാലും നിങ്ങൾ ആ സിനിമ പോയി കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ കോവിഡിന്റെ ഇഷ്യൂ കാരണം മലയാള സിനിമ ഭയങ്കര മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് തിയേറ്ററിൽ ആരും ആൾക്കാരൊന്നും കേൾക്കുന്ന OTT റിലീസ് ആവേണ്ട സിനിമകളെല്ലാം തിയേറ്റർ റിലീസ് ആവുകയാണ്. അപ്പൊ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി അല്ല ഫുൾ വേൾഡ് ഫിലിം ഇൻഡസ്ട്രി നമ്മൾ നേരിടുന്ന ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്റർ നിറയുന്നില്ലെന്നാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും എല്ലാ സിനിമയും പോയി കണ്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. സിനിമ എൻജോയ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. സിനിമയിലെ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ആണെങ്കിൽ കൊളാബ് ചെയ്യാതെ നല്ല കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് ചീത്ത കാര്യങ്ങൾ അങ്ങ് ഒഴിവാക്കി കളയുക. സിനിമയായി തന്നെ കാണാൻ ശ്രമിക്കുക എല്ലാവരും. അതുകൊണ്ട് ഈ സിനിമയിൽ വലുതായിട്ട് പറയാനായിട്ട് ഒന്നുമില്ല. സിനിമ പക്ക ക്ലീശ പടമാണ്. എനിക്ക് എന്താ പറയാ എന്റെ അഭിപ്രായത്തിൽ സിനിമ ഒരു ആവറേജ് പടം അത്രേ ഉള്ളൂ. വലിയ ഹൈപ്പൊന്നും പ്രതീക്ഷിച്ചാലും പോയി കാണണ്ട. നിങ്ങൾക്ക് എന്താ അതില് വലിയ ഹൈപ്പൊന്നും കിട്ടില്ല. അതായത് മുമ്പത്തെ അനശ്വരാജന്റെ സിനിമകൾ പോലെ ആവണമെന്നൊന്നുമില്ല. നിങ്ങൾ എന്താ പറയാ തണ്ണീർമത്തെ നിങ്ങൾ പോയി കാണുന്നത് പോലെ ഇത് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയാ മനസ്സിനൊരു സുഖം കിട്ടത്തില്ല. അത് ഞാൻ ഇപ്പോഴേ പറയാം. നിങ്ങളൊരു ഫീൽ ഗുഡ് പടമൊന്നും കാണാൻ പോകുന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഫീൽ ഗുഡ് പടം തന്നെ ആയിരിക്കും. പക്ഷെ എന്താ പറയാ നമ്മളെ മനസ്സിനെ അത് ഒക്കണം. അതായത് ആ താല്പര്യമുള്ള ആൾക്കാർ പല രീതിയിലാണല്ലോ അവരുടെ ഓരോ ചിന്തകൾ. ആ ഒരു രീതിയിൽ ഈ സിനിമ എനിക്ക് വന്നിട്ടില്ല. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഞാൻ എന്റെ റിവ്യൂ അവസാനിക്കുകയാണ്. ഇത്രയൊക്കെ ഉള്ളൂ എനിക്കിത് പറയാൻ. അപ്പം ഓക്കെ.